എന്ന് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഉസ്താദുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇസ്തിഹാറത്ത് ചെയ്ത് അവർ ഇസ്തിഹാറത്ത് ചെയ്യുള്ളൂ. ഇങ്ങനത്തെ വലിയ സംവിധാനം തുടക്കം കുറിക്കുമ്പോൾ അള്ളാഹുവിന് അവർക്ക് അനുമതി കിട്ടിയിട്ടാണ് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിന് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടും സംഘടനാ രംഗത്ത് ഒരു ഭിന്നത ആർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ജമിയത്തുൽ ഉലമ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ഒറ്റക്കെട്ടായി അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ തെരഞ്ഞെടുപ്പ്, SKSSF തെരഞ്ഞെടുപ്പ് നടന്നു. ഒറ്റക്കെട്ടായിട്ടാണ് ഭാരവാഹികൾ തെരഞ്ഞെടുത്തത്. SYS തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതും അങ്ങനെ തന്നെ സംഭവിക്കും. അപവാദമായിട്ടുള്ളത് സുന്നി മഹൽ ഫെഡറേഷൻ മാത്രമാണ്. നമ്മുടെ ചില സഹപ്രവർത്തകർ ഇങ്ങനെയുള്ള പ്രതിയോഗികളുടെ കെണിയിൽ അകപ്പെട്ട് അതിൽ വലിയൊരു വിഭാഗത്തെ മാറ്റി നിർത്തി വെറും ചില പ്രത്യേകക്കാരായ ആളുകളുടെ മാത്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. കാരണം അത് പുറത്തു വന്ന് മീഡിയയിൽ നിരന്തരം അത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്കെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അനിവാര്യമാണെന്നതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ശരിക്കും പറഞ്ഞാൽ സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ രൂപീകരിച്ചത് മഹല്ലിൽ ദീനീ സ്ഥാപനങ്ങൾ സുന്നത്ത് ജമാഅത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും മഹല്ലിൽ ദീനീ പ്രവർത്തനം നടത്താനും സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്റെ ഭരണഘടനയിൽ കാണാം. അപ്പൊ ശരിക്കൊരു സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞാല് അതൊരു കൂട്ടായ്മയാണ്. മഹല്ലിലെ ഉലമാക്കളും അതിലുണ്ടാകും, ഉമറാക്കൾ ഉണ്ടാകും, അവിടെയുള്ള എല്ലാ സംഘടനകളും, അവിടെ സംഘടന പ്രതിനിധികളുണ്ടാവും, മദ്രസന്റെ കമ്മിറ്റിന്റെ ആളുകളുണ്ടാവും. എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയാണ് സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ. എന്റെ ഭരണഘടന അങ്ങനെ പറയുന്നത്. സാധാരണ ഒരു വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതല്ല. സാധാരണ SKS പറഞ്ഞാൽ വിദ്യാർത്ഥി വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതാണ്. സുന്നി യുവജന സംഘടന യുവാക്കൾ മാത്രം പ്രതിനിധീകരിക്കുന്നതാണ്. ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ മുഅല്ലിങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ്. ജമിയത്തുൽ ഉലമ പറഞ്ഞാൽ ആലിമീങ്ങൾക്ക് മാത്രമുള്ളതാ. സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ആൾക്കാരും ഉൾക്കൊള്ളുന്നു. അതായത് മഹല്ല് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉണ്ടാവും, മദ്രസ കമ്മിറ്റി പ്രതിനിധികൾ ഉണ്ടാവും, മദ്രസയിലെ ഉസ്താദ്മാരുടെ പ്രതിനിധികൾ ഉണ്ടാകും, അതുപോലെ ഖത്തീബ് ഉണ്ടാകും, മുദരിസ് ഉണ്ടാകും, ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധി ഉണ്ടാകും, SKSന്റെ പ്രതിനിധി ഉണ്ടാവും, SYSന്റെ പ്രതിനിധി ഉണ്ടാകും, ജമിയത്തുൽ ഹുതബിന്റെ പ്രതിനിധി ഉണ്ടാവും, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി ഉണ്ടാവും. ഒക്കെ കൂടാതെ ആ മഹൽ പഞ്ചായത്തിലെ 5 പ്രധാന ആലിമീങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ പാടെ കൂടി ചേർന്നതാണ് ശരിക്കും സുന്നി മഹൽ ഫെഡറേഷൻ. എല്ലാവരും കൂടി, കാരണം മഹൽ അപ്പളല്ലേ മുന്നോട്ട് പോകാൻ സരളമായി മഹലിലെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വെറും ഖത്തീബ് വിചാരിച്ചാൽ നടക്കൂല, വെറും മുദരിസ് വിചാരിച്ചാൽ നടക്കൂല, വെറും കമ്മിറ്റി ഭാരവാഹികൾ വിചാരിച്ചാൽ നടക്കൂല. എല്ലാവരും കൂടിയാകുമ്പോഴാണ് ഈ ദീനീ പ്രവർത്തനം, പൊതുവായ പ്രവർത്തനം ആ മഹലിൽ സുന്ദരമായി മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാർ വളരെ ആലോചിച്ചത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ബോഡി സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ. എന്നാൽ ഇന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇത് സമസ്ത കേരള സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. വെറും മഹല്ല് കമ്മിറ്റിക്കാർ മാത്രമുള്ള ഒരു കമ്മിറ്റി, അത് താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ വിഭാഗം ആളുകളെയും വെട്ടിമാറ്റി. മുദരിസുമാരെ വെട്ടിമാറ്റി, ഖത്തീബുമാരെ വെട്ടിമാറ്റി, മദ്രസ സദർ ഉസ്താദിനെ വെട്ടിമാറ്റി, പഞ്ചായത്തിലെ 5 ആലിമീങ്ങളെ വെട്ടിമാറ്റി, അതുപോലെ SYSനെ വെട്ടിമാറ്റി, SKSനെ വെട്ടിമാറ്റി, ജമിയത്തുൽ ഉലമയെ വെട്ടിമാറ്റി, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനെ വെട്ടിമാറ്റി, ജമിയത്തുൽ ഹുതബയെ വെട്ടിമാറ്റി, ഒക്കെ വെട്ടിമാറ്റിയിട്ട് വെറും മഹല്ല് കമ്മിറ്റി ഭാരവാഹിയുടെ കൂട്ടായ്മയാക്കി മാറ്റിയിട്ടുണ്ട്. അത് വളരെ ദുഃഖകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചില സുഹൃത്തുക്കൾ പറയുന്നു ഇതൊക്കെ ഉത്തരവാദപ്പെട്ട ഉമർ ഫൈസി മുക്കം അറിഞ്ഞുകൊണ്ടാണ്, ഈ വിനീതൻ അറിഞ്ഞുകൊണ്ടാണ്, ഇതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ചുകൊണ്ടും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ടുമാണ്. വാസ്തവ വിരുദ്ധമാണത്. ഈ വിനീതൻ സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറാണ്. ഞാൻ പോയിടത്തോളം കമ്മിറ്റിയിൽ അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടില്ല. മാത്രമല്ല ഒരു കോപ്പിയൊക്കെ നേരത്തെ കയ്യിലേക്ക് അയച്ചു തന്ന് ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കോപ്പി അയച്ചു തന്നിട്ടുമില്ല. മുക്കം ഉമർ ഫൈസിയോട് ഞാൻ ചോദിച്ചു, പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതുപോലെ സംസ്ഥാന കമ്മിറ്റിയുള്ള ചില സുഹൃത്തുക്കൾ ചോദിച്ചു, അവരാരും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ്, ഏത് ബോഡിയാണ് ഇത് ഇങ്ങനെ മാറ്റം വരുത്തിയെന്ന് അറിയാം. ആ ഏത് ബോഡി മാറ്റം വരുത്തിയാലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലയിൽ സുന്നി മഹൽ ഫെഡറേഷന്റെ അടിസ്ഥാന ലക്ഷ്യത്തിന് വ്യതിചലിപ്പിച്ചുകൊണ്ട് അതിലുള്ള കുറെ വിഭാഗങ്ങൾ കൂട്ടുന്ന ഒരൊറ്റ വിഭാഗത്തെ മാത്രം, കമ്മിറ്റിക്കാരെ മാത്രമാക്കിക്കൊണ്ട് മാറ്റുന്ന പ്രവണതയ്ക്ക് നിലനിൽപ്പില്ലല്ലോ. എത്ര ചെറിയൊരു മാറ്റമാണ് തിരക്കിടില്ല, അതും പറ്റൂല. അതൊക്കെ നിയമവിധേയമായിട്ട് ചെയ്യാൻ പറ്റൂ. ഇത് മൊത്തം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഭരണഘടന കാണിച്ചു തരാം. ഇതാണ് സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ നിലവിലുള്ള ഭരണഘടന. ഈ ഭരണഘടന
ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവ്വകാല ഉസ്താദുമാർ തയ്യാറാക്കി സജ്ജീകരിച്ച ഈ ഭരണഘടനയിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ നിലവിലുള്ള ഭരണഘടന ഇതാണ്. ഈ ഭരണഘടനയിൽ ഇതിൽ മെമ്പർമാരായി ആരൊക്കെ വരുന്നുണ്ട്? പഞ്ചായത്തിന്റെ തുടക്കം പഞ്ചായത്തിന്റെ ഘടകമാണല്ലോ. ആരൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങൾ ഓരോ മഹലിൽ നിന്നും പള്ളി, ദർസ്, മദ്രസ, യതീംഖാന, അറബി കോളേജ്, ബോർഡിംഗ് മദ്രസ, സമസ്തയുടെ കീഴ് ഘടകങ്ങൾ, എല്ലാ ഘടകങ്ങളും വേറിട്ട് പറയുന്നുണ്ട്, കീഴ് ഘടകങ്ങൾ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും മഹലിലെ ഖാളി, ഖതീബ്, മുദർരിസ്, മുഅല്ലിം തുടങ്ങിയ ദീനീ സേവകരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും അംഗമാകാം. പുറത്ത് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മഹല്ലുകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി ഇവരും ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും. ഇത്രയും ആളുകൾ കൂടിയാണ് പഞ്ചായത്തിലെ ജനറൽ ബോഡി. ഇതാണ് പൂർവ്വകാലത്തെ സംവിധാനം. അതനുസരിച്ച് ആ മഹലിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉൾക്കൊള്ളും. ഇത് പഴയകാലത്തെ ഭരണഘടനയിൽ മാത്രമല്ല, ഇതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ് 2022-25 കാലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മാനുവലാണ്. ഇതിൽ ചെറിയ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഏറെക്കുറെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 3 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ മെമ്പർമാർ ആർക്കൊക്കെ ആകാനാണ് മെമ്പർഷിപ്പ്, ഭരണഘടനയിൽ 4ാമത്തെ അനുച്ഛേദം, സുന്നി മഹൽ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത് അംഗമെടുത്ത മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ. അവിടെ ഒരു കാര്യം ചെയ്തു. നേരത്തെ ഭരണഘടന പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജിയാണ് മഹല്ല് കമ്മിറ്റിയിൽ നിന്ന്. അവിടെ ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റിക്കാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. അതായത് സുന്നി മഹൽ ഫെഡറേഷൻ ചെയ്ത മഹല്ല് കമ്മിറ്റിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജിയാണ് നേരത്തെ ജനറൽ ബോഡി ഭരണഘടനയിൽ ഇപ്പോഴും പറയുന്നത്. ഇപ്പൊ മൊത്തം കമ്മിറ്റി ഭാരവാഹികളാക്കി. കമ്മിറ്റി ഭാരവാഹികൾ എന്നാൽ ഒരു പ്രസിഡന്റ്, 3 വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, 3 ജോയിന്റ് സെക്രട്ടറി, ഖജാൻജി, 9 പേരുണ്ടാവും. അപ്പൊ നേരത്തെ 3 പേര് കമ്മിറ്റിയും ജനറൽ ബോഡിയിലുണ്ട്. അത് 9 ആക്കി ഉയർത്തി. ബോധപൂർവ നീക്കം അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും സംഘടനകളൊന്നും വെട്ടിമാറ്റിയിരുന്നില്ല. ബി മുത്തവല്ലി ഭരണമാണെങ്കിൽ മുത്തവല്ലി, പിന്നെ മഹല്ല് ഖത്തീബ് ഓർ മുദരിസിനാക്കി ഏതെങ്കിലും ഒരാൾ. നേരത്തെ ഖത്തീബും മുദരിസും ജനറൽ ബോഡിയിലുണ്ട്. പിന്നെ ഇത് 2-ൽ ഒരാളാക്കി ചുരുക്കി. ഖത്തീബ്, മുദരിസ് 2-ൽ ഒരാൾ. പിന്നെ പഞ്ചായത്തിലെ സമസ്ത ആദർശപ്രകാരം നടത്തിവരുന്ന ഉന്നത ദീനീ സ്ഥാപനങ്ങൾ പ്രതിനിധീകരിക്കുന്ന 2 പേർ. അപ്പൊ എല്ലാ പഞ്ചായത്തിലും ഉണ്ടായിക്കോണമെന്നില്ല, ഇരിക്കട്ടെ. അടുത്തത് എഫ്, പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന 5 പണ്ഡിതന്മാർ. അത് നല്ല ശ്രദ്ധിക്കണം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന 5 പണ്ഡിതന്മാർ. ആ പഞ്ചായത്തിൽ താമസിക്കുന്ന 5 ആലിമികൾ. പിന്നെ ജി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളായ SYS, SKSSF, RJM, SKMMA, SCA, കേരള സംസ്ഥാന എംപ്ലോയീസ് അസോസിയേഷൻ, SKJQ എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തിരുന്ന പ്രതിനിധികൾ, ഓരോ പ്രതിനിധികൾ. ഇവരാണ് SMFന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ. ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത്. അപ്പൊ നമ്മളൊക്കെ ഈ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലോ. ഏതെങ്കിലും നമ്മുടെ ഘടകങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയോ? ഇല്ലല്ലോ. ജംഇയ്യത്തുൽ ഉലമ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. SKSന് കിട്ടിയിട്ടുണ്ടോ? SYSന് കിട്ടിയിട്ടുണ്ടോ? എംപ്ലോയീസ് അസോസിയേഷൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ജംഇയ്യത്തുൽ ഖുതബ കിട്ടിയിട്ടുണ്ടോ? കിട്ടൂല. കാരണം ഇതൊക്കെ അന്നുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഇവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. 3 കൊല്ലം മുമ്പ് അത് നിലവിലുണ്ട്. അപ്പോൾ പോലും മാറ്റിയിട്ടില്ല. എന്നാൽ 3ാമതായി ഭരണഘടന അങ്ങനെ, 2022 മാനുവൽ അങ്ങനെ, 3ാമതായി ഇപ്പോൾ നിലവിലുള്ള മാനുവൽ ഇതാണ്, 2025-28. ഈ മാനുവൽ മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാൻ കാരണതാണ് ഈ മാനുവലിൽ അവർ വരുത്തിയ ഭേദഗതി. മെമ്പർഷിപ്പ് അവിടെ ഞാൻ വായിച്ചു തരാം. ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത്. സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത അംഗത്വമെടുത്ത മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ. ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റിന്ന് 9 ആളുകൾ. നമുക്ക് മഹല്ല് കമ്മിറ്റികളുടെ എതിർപ്പിൽ അവർ വേണം. എല്ലാവരും കൂടിയാ നടത്തിക്കൊണ്ടു പോകേണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് മഹല്ല് കമ്മിറ്റിക്കാർ വേണം, അവിടുത്തെ മുദരിസ് വേണം, അവിടുത്തെ ഖതീബ് വേണം, അവിടുത്തെ സദർ മുഅല്ലിം വേണം, അവിടുത്തെ മറ്റ് സംഘടനാ പ്രതിനിധികളൊക്കെ വേണം. അവർ ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. മഹല്ല് കമ്മിറ്റി അംഗത്വം കൂടട്ടെ, ഭാരവാഹിത്വം 9 ആളാകട്ടെ. പിന്നെ മുത്തവല്ലി ഉണ്ടെങ്കിൽ മുത്തവല്ലി. പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊന്നും അധിക സ്ഥലത്തും ഉണ്ടാവില്ല. നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുത്ത സ്ഥിരതാമസക്കാരനും സ്വദേശിയുമായ മഹല്ല് കമ്മിറ്റിയുടെ അംഗീകാരത്തിലുള്ള 5 പണ്ഡിതന്മാർ ജോലിക്ക് വന്ന് താമസിക്കുന്നവർ ആകരുത്.
അത് ശ്രദ്ധിച്ചങ്ങള്. മഹല്ലിലെ 5 പണ്ഡിതന്മാർ, അല്ല പഞ്ചായത്തിലെ 5 പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാലേ പഞ്ചായത്തിൽ നിന്ന് മുദരിസിനെ ഉൾക്കൊള്ളിക്കുക, ഖത്തീബിനെ ഉൾക്കൊള്ളിക്കുക, സദർ മാലിമിനെ ഉൾക്കൊള്ളിക്കുക, മദ്രസ മാലിമിനെ ഉഷാർ പ്രവർത്തകർ അവരെ ഉൾക്കൊള്ളിക്കുക, വേറെ നല്ല ഉസ്താദ്മാർ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടോ നാട്ടിലുണ്ട്, അവരൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ നേരത്തെ ഭരണഘടനയിൽ പറഞ്ഞതിൽ നിന്നും ആദ്യത്തെ 2022 പറഞ്ഞ മാനുവലിൽ നിന്നും വ്യത്യസ്തമായി അവിടെ പറഞ്ഞ പഞ്ചായത്തിലെ 5 ആലിമികൾ എന്നാ. ഇവിടെ ഒരു കൈത് കൂട്ടിക്കൊടുത്തൊരു ഉപാധി എന്താ? പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ 5 പണ്ഡിതന്മാർ പിന്നെ ജോലിക്ക് വന്ന് താമസിക്കുന്നവരാകരുത്. ഇവിടുത്തെ ഖത്തീബ് മുദരിസിന് പറ്റൂല, ഇവിടെ സ്ഥിരതാമസക്കാരല്ല. അത് മാറ്റി ആ രീതിയിലാക്കി. പിന്നെ വേറെ ആർക്കും മെമ്പർഷിപ്പ് ഇല്ല. അപ്പൊ ആകെ മെമ്പർഷിപ്പുള്ള ആർക്കാണ്? പുതിയ മാനുവലില് ഞാൻ വായിച്ചു, സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത് അംഗത്വപ്പെടുത്ത മഹല്ല് കമ്മിറ്റികളുടെ ഭാരവാഹികൾ, അവർക്ക് മാത്രം മെമ്പർഷിപ്പ്. അവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുത്താൽ സമസ്തയുടെ എല്ലാ ഘടകങ്ങളെ പ്രതിനിധികളും വെട്ടിമാറ്റിയാൽ, മുദരിസിനെ വെട്ടിമാറ്റിയാൽ, ഖത്തീബിനെ വെട്ടിമാറ്റിയാൽ, സദർ മുഅല്ലിമിനെ വെട്ടിമാറ്റിയാൽ, പിന്നെ കമ്മിറ്റി ഭാരവാഹികളെ മാത്രം വെച്ച് സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയാൽ ഒരു വിഭാഗത്തിന്റെ കമ്മിറ്റിയായി മാറുന്നത്. സുന്നി മഹല്ല് ഫെഡറേഷൻ ആവില്ല, സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആകും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹല്ലിന്റെ കമ്മിറ്റിയിലെ ആലിമികൾ ഉണ്ടെങ്കിൽ അവർ വൈസ് ചാൻസലറിൽ പെടും. മഹല്ല് കമ്മിറ്റിയിലെ അധിക സ്ഥലത്തും ആലിമികൾ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ സ്വാഭാവികമായും അവർ വരില്ല. ഈ രീതിയിൽ അടിസ്ഥാനപരമായി ഭരണഘടന കൃത്യമായി എഴുതി വെച്ച മഹല്ലിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ പ്രധാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരെയും ഘടകങ്ങളെയും സംഘടനാ ഘടകങ്ങളെയും മൊത്തം വെട്ടിമാറ്റി മഹല്ല് കമ്മിറ്റിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ ഒരു തീരുമാനം എങ്ങനെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് മിനിമം ഭരണഘടനയൊക്കെ ലംഘിച്ച് അതിന്റെ സ്വഭാവം മാറ്റിമറിച്ച് പുതിയൊരു സംഘടനയാക്കി മാറ്റാണ് സുന്നി മഹല്ല് ഫെഡറേഷനെങ്കിൽ മിനിമം നമുക്കൊരു മേൽഘടകല്ലേ സമസ്ത കേന്ദ്ര മുഷാവറ. ആ മുഷാവറോടെങ്കിലും ആലോചിക്കണ്ടേ? അതും ഉണ്ടായിട്ടില്ല. ഈ രീതിയിൽ മാറ്റം വരുത്തി എന്നൊരു വസ്തുതയാണ്. ആര് നിഷേധിച്ചാലും ആ മാറ്റം ഇല്ലാതെയാകില്ല. അവ വളരെ കൃത്യമായി പറഞ്ഞാൽ 2014 ഭരണഘടനയിൽ ജുമുഅത്ത് പള്ളിക്ക് പ്രതിനിധികളുണ്ട്, മദ്രസക്ക് പ്രതിനിധികളുണ്ട്, നിസ്കാര പള്ളിക്ക് പ്രതിനിധികളുണ്ട്, RJMന് പ്രതിനിധികളുണ്ട്, SKJQന് പ്രതിനിധിയുണ്ട്, SYSന് പ്രതിനിധിയുണ്ട്, SKSന്റെ പ്രതിനിധിയുണ്ട്, SKMMക്ക് പ്രതിനിധിയുണ്ട്, SCAക്ക് പ്രതിനിധിയുണ്ട്. അതുപോലെ ഖത്തീബുമാർ, ഉലമാ മുദരിസുടെ ഖത്തീബുമാരായ പണ്ഡിതന്മാർക്ക് പിന്നെ പ്രാതിനിധ്യമുണ്ട്. അവരെ മുഴുവനും ഒഴിവാക്കിയിട്ട് 2025 വന്നപ്പോൾ പൂർണ്ണമായും ഒരു വിഭാഗത്തിന് മാത്രം കൗൺസിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇത് മറച്ചു വെക്കാൻ ആ നിലയിലാണ് ഇപ്പൊ കമ്മിറ്റി പഞ്ചായത്ത് തലം മുതൽ മുകളിലേക്ക് പോയിട്ട് നമ്മൾ മൗനം പാലിച്ചു. സംഘടനക്കും പരാതി കൊടുത്തിട്ടുണ്ട്, മുഷാവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് മുഷാവർ ഇടപെട്ടു. പക്ഷെ ഇത് മീഡിയയിലൂടെ നിരന്തരം അങ്ങനെ സംഭവമല്ല, കളവ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സത്യസ്ഥിതി നമ്മളെങ്കിലും തിരിച്ചറിയൽ അനിവാര്യമാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി ഉണ്ട് സുന്നി മഹല്ല് ഫെഡറേഷന്. അത് സുന്നി മഹല്ല് ഫെഡറേഷൻ ആരും തിരഞ്ഞെടുക്കാം, സംസ്ഥാന കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. സ്വാഭാവികം തെരഞ്ഞെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുക്കും. അപ്പൊ ഈ 2022 ഈ സംസ്ഥാന സമിതി റിട്ടേണിംഗ് സമിതി തെരഞ്ഞെടുത്ത ആളുകളെ ഞാൻ വായിച്ചത് 5 പേരാണ്. 2022 തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് കമ്മിറ്റിന്റെ റിട്ടേണിംഗ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമിതിയിലെ അംഗങ്ങൾ 5 പേര്. ഒന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ, നവ്വറല്ലാഹു മർക്കദുഹു, മഹാത്മാവിനെ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ സംഘടനാ സംവിധാനത്തിലുള്ള ഈ അസ്വാരസ്യങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സാഹചര്യം സുന്നത്ത് ജമാഅത്തിനെ വളർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, മഹാനവർക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, ഉസ്താദിന് സുഖമില്ല, അള്ളാഹു ആഫിയത്തും ഷിഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 MT അബ്ദുൽ മുസ്ലിയാർ, 5 ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, ചേലക്കാട് മുസ്ലിയാർ വഫാത്തായി അള്ളാഹു മഫ്റത്തും മർഹമത്തും കൊടുക്കട്ടെ. MT അബ്ദുൽ ഉസ്താദ് നമ്മുടെ ആദരണീയനായ നേതാവാണ്, അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ 5 പേരാണ് അന്ന്. അതിൽ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടിമാറ്റിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. വെട്ടിമാറ്റിയിട്ടില്ല എന്നാൽ വെട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയാം, മാറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അത് ഏറ്റവും വലിയ ഖേദകരം. മാറ്റിക്കോട്ടെ, എന്നാലും അതിന്റെ തൊട്ടടുത്തൊരു സ്ഥാനത്തെങ്കിലും വെക്കണ്ടേ? ജിഫ്രി തങ്ങളല്ലേ സമസ്തന്റെ അധ്യക്ഷൻ, ശരിക്കും ആ സ്ഥാനത്ത് മാറ്റാൻ തന്നെ പാടില്ല, അനാദരവാണത്. ഇനി മാറ്റുന്ന പറ്റ ആ സമിതിയിൽ പോലും തങ്ങളെ മെമ്പറാക്കിയിട്ടില്ല. പുതിയ സമിതി എന്ന് പറഞ്ഞാല് വളരെ കൃത്യമായി ഞാൻ ഇവർ എഴുതി വെച്ച് വായിച്ചു തരാം. ഈ മാനുവൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമിതിയിൽ അംഗം പോലുമല്ല എന്നാണ് ഖേദകരം. ആ സമിതിയിൽ 2025 മാനുവൽ
ഞാൻ പറഞ്ഞല്ലോ, ഇതില് ഈ സമിതിയിൽ 13 പേരുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഈ 25 ഇപ്പൊ നടക്കാൻ പോണ ഈ 16-ാം തീയതിയാണ് ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ 13 അംഗ സമിതി, അധികം ഇപ്പൊ കമ്മിറ്റിന്റെ ഭാരവാഹികൾ തന്നെയാണ്. ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അതില് ഒന്ന് ചെയർമാൻ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, വൈസ് ചെയർമാൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, കൊയ്യോട് ഉമർ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, കൺവീനർ യു മുഹമ്മദ് ഷാഫി ചമ്മാട്, ജോയിന്റ് കൺവീനർ അബ്ദുസമദ് പൂക്കോട്ടൂര്, PC ഇബ്രാഹിം ഹാജി വയനാട്, ബഷീർ കല്ലേപ്പാടം, VSC കുട്ടി ഹാജി, നാസർ വൈസി കൊടുത്തായി, ബദറുദ്ദീൻ അഞ്ചൽ, CT അബ്ദുൽ ഖാദർ, ഇവരാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ടത്. ചീഫ് റിട്ടേണിംഗ് ഓഫീസർ MT അബ്ദുൽ മുസ്ലിയാർ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഇഫ്രീഖ് മൂത്തുക്കോയ തങ്ങളെ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് സാമാന്യ മര്യാദയാണല്ലോ. ഈ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എന്ന ഒരു മാറ്റാണ് വിചാരിക്കുക. എന്നാൽ ഒരു മുസ്തഷാർ റൈസ് പ്രധാന അഡ്വൈസറോ എന്തെങ്കിലും ഇത് കൊടുത്തിട്ട് ഇത് കേരളത്തിലെ ഈ മഹല്ലുകളെ മൊത്തം സംവിധാനം നിയന്ത്രിക്കുന്ന ഈ സംവിധാനത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വരേണ്ടതല്ലേ? എങ്ങനെ ഒരു മെമ്പർ സ്ഥാനത്തും കൊടുക്കാതെ ഒഴിവാക്കുന്നത്? കാരണം ഈ കൃത്രിമം മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കൃത്രിമം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമാണ് തങ്ങളെ മാറ്റിയെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹമില്ല. ഇത് രണ്ടാമത്തെ ഗുരുതരമായ തെറ്റല്ലേ? നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ സാധനത്തിൽ എഴുതി വെച്ച സംഭവമാണ്. നമുക്കൊക്കെ ആർക്കും കിട്ടും. എല്ലാ പഞ്ചായത്തിനും ഇതിന് കോപ്പിയുണ്ട്, തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി എത്തിച്ച കോപ്പിയുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, നമ്മുടെ പൂർവികരൊക്കെ വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കിയതാണ്. പഞ്ചായത്തിൽ മേഖലാ കമ്മിറ്റി, പഞ്ചായത്ത് മേഖലാ കമ്മിറ്റിയാണ്. ഈ മേഖലാ കമ്മിറ്റിയിലേക്ക് പഞ്ചായത്തിൽ നിന്നാണ് മെമ്പർമാരെ കൊടുക്കുക. മേഖലാ കമ്മിറ്റി പ്രവർത്തക സമിതിയിലേക്ക് 3 പേരെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതായത് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് 3 പേരെ എന്ത് ചെയ്യണം? മേഖലാ കമ്മിറ്റിയിലേക്ക് മെമ്പർമാരായി കൊടുക്കണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഭാരവാഹികൾ മഹല്ല് ഭാരവാഹികൾ തന്നെയാകണം. ആരാകാൻ പാടില്ല? മുദരിസുമാരോ ഹത്തിമാരോ ബൈ ചാൻസ് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തോ സെക്രട്ടറി സ്ഥാനത്തോ അവിടുത്തെ കമ്മിറ്റിയിൽ വരാന്നല്ലാതെ അവിടുത്തെ ആലിമ്യങ്ങൾ ആരെങ്കിലും വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. ഈ പഞ്ചായത്തിന്റെ തൊട്ട് മീതൊക്കെ ആർക്കേ പോകാൻ അർഹതയുള്ളൂ? കമ്മിറ്റി ഭാരവാഹികൾക്ക് അർഹതയുള്ളൂ. അത് മുഅല്ലിങ്ങൾക്ക് അർഹതയില്ല, മുദരിസുമാർക്ക് അർഹതയില്ല, ഖതീബുമാർക്ക് അർഹതയില്ല, മറ്റാലിമ്യങ്ങൾക്ക് അർഹതയില്ല. കമ്മിറ്റി ഭാരവാഹികൾ ബൈ ചാൻസ് പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പെടും. ഇല്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കുന്ന 3 ആളുകൾ കമ്മിറ്റി ഭാരവാഹികൾ കണിശമാണ്. ഇങ്ങനെ ഭരണഘടനയിലില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മാനുവലില്ല. എത്ര ഗുരുതരമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പ്രശ്നം. നാലാമത്തെ പ്രശ്നം ഞാൻ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം. ഇത് കഴിഞ്ഞ കാല ഭരണഘടനയിൽ അതിന്റെ മാനുവലുള്ളത് പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതാണ്. പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിൽ അതിന്റെ പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതും ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവർ മഹല്ല് കമ്മിറ്റിയിലെ ഭാരവാഹി മഹല്ല് കമ്മിറ്റിയിലെ ഉമറാക്കൽപ്പെട്ടവരും ആകേണ്ടതാണ്. ഞാനത് നമ്മൾ പൂർവികർ തെരഞ്ഞെടുത്ത രീതി അതാ. പ്രസിഡന്റ് ഒരു ആലിമായിക്കോട്ടെ, ഒരു സയ്യിദ് ആയിക്കോട്ടെ, മറ്റേ ഖജാൻജി സെക്രട്ടറി ഇതാട്ടെ, ഉമറാക്കൽപ്പെട്ട ആൾക്ക് നല്ല സ്മൂത്തായി മുന്നോട്ട് പോകാനുള്ള വഴിയാണ്. പക്ഷെ ഇതിന് ആലിമ്യങ്ങളെയും സാധാർത്ഥികളെയും അവിടെ മാറ്റി നിർത്തിയാൽ പിന്നെ അങ്ങനെ ഉപാധി നടപ്പാക്കാൻ പറ്റുമല്ലോ. ആ പരിപാടി ഭരണഘടന ഒഴിവാക്കി. അങ്ങനെ പ്രസിഡന്റ് ആലിമോ സയ്യിദോ ആകേണ്ട ആവശ്യമില്ല. ആ ഭാഗം വെട്ടിമാറ്റി. അതോടൊപ്പം ഇത്രമാത്രം ഗുരുതരമായ കൃത്രിമങ്ങൾ ഇതിന്റെ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് കൃത്രിമമായി ഒരു മാനുവലുണ്ടാക്കി അത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമസ്ത കേരള ജമിഅത്തുൽ മുഷാവറയോടെങ്കിലും ഭരണങ്ങളിൽ മാറ്റം വരുമ്പോൾ തന്നെ ആലോചിക്കണം. ഇത് പ്രധാന ബോഡിയല്ലേ? ഒന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരും ഒരു പരാതിപ്പെട്ടിട്ടില്ല. നേതൃത്വത്തിൽ പരാതിപ്പെട്ടവരുണ്ട്. ആ പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. അതവർ പരിഹാരം ഉണ്ടാക്കുന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ പച്ചയായി പരസ്യമായി നമ്മുടെ സംഘടന അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ട് സംഘടന കെട്ടുറപ്പിനെ ദുർബലമാക്കുന്ന വിധത്തിൽ പരസ്യമായി മീഡിയക്കുമ്പോൾ ദിവസേന വന്ന് അങ്ങനല്ല ഇങ്ങനല്ല അതൊക്കെ വെറുതെ പറയാണ്. കളവരെ ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ എന്ത് ചെയ്യും? അത്ര ഒരു സാഹചര്യം നിജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ സൂചിപ്പിച്ചത് മാത്രം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, സുന്നി മഹല്ല് വലിയ മഹാത്മാക്കൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കേരള മുസ്ലിം സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഘട്ടത്തിലൊക്കെ. കാരണം കൂട്ടായ പ്രവർത്തന. എന്റെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് അധികം ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ സ്കൂൾ പോകുന്ന കാലഘട്ടത്തിൽ മഹല്ല് ഫെഡറേഷൻ തീരുമാനമാണ് മഹല്ല് ഖത്തീബും മുദരിസും സദറും കമ്മിറ്റി ഭാരവാഹികളും കൂടി ഓരോ വീട്ടിലും കയറിറങ്ങിയ മഹല്ലില് ഒരു ദിവസം 10 വീട് 15 വീടൊക്കെ പോവുള്ളൂ.
എന്നാൽ നിസ്കാരത്തിന്റെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുക. അപ്പൊ നിങ്ങൾ എത്ര ആളുകൾ ഇന്ന ആൾക്കാര് നിങ്ങൾ നിസ്കരിക്കാൻ അവിടെ പള്ളിയിൽ വരലില്ല, അവിടെ തൊട്ടടുത്ത പള്ളിയിൽ പോലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിസ്കാരം തുടങ്ങണം. അതിന്റെ ഗൗരവം ഇങ്ങനെയാണ്. ജുമാക്ക് ഏത് പള്ളിയിലാണ് പോകാറുള്ളത്? ഇന്ന പള്ളിയിൽ. അവിടെ ഇനി ജുമാക്ക് വരുന്ന ആളെ അറ്റൻഷൻ ശ്രദ്ധിക്കാൻ സംവിധാനം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മഹലിന്റെ ഈ കാര്യങ്ങൾ ദീനിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വളരെ ഗൗരവത്തിൽ നല്ല ഉപദേശവും കാര്യവും കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ആ വീട്ടിലിരിക്കും. അപ്പൊ അതിന് ചായയും കടയും കൊടുക്കും. നല്ല സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ പോകും. ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തിയപ്പോ അന്ന് എന്റെ സ്വന്തം മഹൽ ജുമാല്ല, ഞാൻ പള്ളിശ്ശേരി മഹല്ല ജുമാക്ക് പോവുക. പിന്നത്തെ വെള്ളിയാഴ്ച പള്ളിശ്ശേരി മഹൽ ജുമാക്ക് ചെന്നപ്പോ പള്ളി നിറച്ച ആൾക്കാരെന്ന് മാത്രമല്ല, പള്ളിയിലെ ആൾക്കാരെ കൊള്ള പുറത്ത് നിറച്ച ആൾക്കാർ. ആലിമികൾ പറഞ്ഞാൽ കേൾക്കുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നിട്ട് പുറത്ത് ഒരുപാട് പായകളൊക്കെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് വിരിച്ചു. പിന്നെ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ആൾക്കാർ ലാസ്റ്റ് പള്ളിശ്ശേരി പള്ളി വികസിപ്പിച്ചു. അതേ സമയത്ത് കാളിക പള്ളി വികസിപ്പിച്ചു. ഇതേ പ്രശ്നം, ജുമാക്ക് ആൾക്കാരെ കൊള്ളൂല. മറ്റു സ്ഥലങ്ങളിൽ പോയി വരുന്ന കുട്ടികളല്ലേ, എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവും. ഇത്ര വലിയ മാറ്റം വരുത്തിയ മഹത്തായ അനുഗ്രഹീതമായ സംഘടനകൾ സുന്നി മഹല്ല് ഫെഡറേഷൻ. അതിന് ആലിമികളെ മൊത്തം വെട്ടിമാറ്റി, സംഘടനാ പ്രതികളെ മൊത്തം വെട്ടിമാറ്റി, വെറും കമ്മിറ്റി ഭാരവാഹികൾ ഒതുക്കി നിർത്തിക്കൊണ്ട് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന് പകരം സമസ്ത കേരള സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷനാക്കി മാറ്റിയത് ദുഃഖകരമാണ്. എന്തായാലും തിരുത്തപ്പെടേണ്ടതാണ്. ദയാനിധി റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം തെറ്റുകളും അപാകതകളും കൃത്രിമങ്ങളും ഒക്കെ തിരുത്തി പൂർവ്വകാലത്തെന്ന പോലെ ഒറ്റക്കെട്ടായി പരിഹരിച്ച് സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തി സമസ്തക്ക് കരുത്ത് പകർന്ന് 100ാം വാർഷികം വളരെ നല്ല നിലയിൽ ആഘോഷിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു ദയാനിധി റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.